ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഈ ഒരു പേര് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കുമേ, ഇതെന്തൊരു പേരാണെന്നല്ലേ. വളരെ വേഗം, അതായത് ഒരു 5 മിനിറ്റ് മാത്രം മതി ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട്. ഈ കോലാപൂരി പടങ് എന്നത് മഹാരാഷ്ട്രയിലെ കോലാപൂർ എന്ന മേഖലയിലെ പ്രശസ്തമായ ഒരു പലഹാരമാണ്. വളരെ എളുപ്പമാണ്, നല്ല ക്രിഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പൊരി ഉണ്ടല്ലോ, വെള്ളപ്പൊരി കിട്ടത്തില്ല, നമ്മൾ ഈ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന ആ പൊരി ഉണ്ടല്ലോ, അതാണ് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു ബൗള് അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി, ഒത്തിരി അങ്ങ് മാറണ്ട, ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിതങ്ങ് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കപ്പലണ്ടി നമുക്ക് ഈ എണ്ണയിലൊന്ന് വറുത്ത് കോരി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം ആദ്യം. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറഞ്ഞ അളവിലാണ് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് കോരി മാറ്റാം. ഇതൊന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ അതേ പാനിലേക്ക് തന്നെ ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പൊട്ടുകടല ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പൊട്ടുകടലയോ അല്ലെങ്കിൽ പൊട്ടുകടല ഇല്ലെങ്കിൽ പരിപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അതും ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആംചൂർ പൗഡർ, അതായത് മാങ്ങ പൊടിച്ച പൊടി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ആ ഒരു പൊരിക്ക് അത്യാവശ്യം ഉപ്പൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കപ്പലണ്ടിയൊക്കെ വറുത്ത ആ ഒരു പാനിൽ ബാക്കി എണ്ണയുണ്ട്, ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് പൊടിയായിട്ട് അരിയത്തില്ലേ, അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 2 വറ്റൽമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. ഈ വെളുത്തുള്ളിയുടെ പച്ചച്ചുവയൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു പൊടിയുടെ ഉണ്ട് കേട്ടോ, അതായത് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, പെട്ടെന്ന് ദഹിക്കുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇതെല്ലാം കൂടി, ഈ മസാല എല്ലാം കൂടി ചേർത്തിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കായത്തിൻ്റെ ആ ഒരു മണവും ഒക്കെ മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്തെളുപ്പമാണെന്നറിയാമോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പരിപ്പും ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്നുകൂടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരല്പം നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മൾ ഈ 2 കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടില്ല, പഞ്ചസാരയും നാരങ്ങാനീരും മാത്രം ചേർത്ത് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ അതിൻ്റെ ആ ഒരു സൗണ്ട് കണ്ടോ, ഇതുപോലെ നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. കുഞ്ഞു പിള്ളേർക്ക് പോലും കൊടുക്കാൻ പറ്റും. കാര്യം ഈ പൊരി ആയതുകൊണ്ട് വാരയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് അലിഞ്ഞു പോവും. നമ്മളൊന്ന് കടിച്ച് ചവചവാന്ന് ചവയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് പൊടിഞ്ഞ് ഭസ്മം പോലെ ആയി പോകും കേട്ടോ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് 4 മണിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കണമെങ്കിൽ പൊരി ഇരിപ്പുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതൊരു മഹാരാഷ്ട്രയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ അവധിയായിട്ടിരിക്കുന്ന സമയത്ത് എന്നും എന്തെങ്കിലുമൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. പിള്ളേർ വീട്ടിൽ ഇരിക്കുമ്പം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയമാണെന്നറിയാം.
അപ്പോൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വേഗം ഒരു 5 മിനിറ്റ് പോലും മതി ഇത് ഉണ്ടാക്കാൻ അല്ലേ. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായില്ലേ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അധികം ചിലവൊന്നുമില്ല, വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.